പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാന്തി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിലെ സമാധാനം നിങ്ങൾക്കുണ്ടാകട്ടെ. ആമേൻ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. കുട്ടികളും മുതിർന്നവരും എല്ലാവരും ആമേൻ പറഞ്ഞ് ഈ ഒരു അനുഗ്രഹം സ്വീകരിക്കുന്നതിനെ ഓർത്ത് ഞാൻ ഈശോനെ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. കാണുമ്പോൾ വലിയൊരു സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങളൊക്കെ നല്ല സന്തോഷത്തോടെ ഇരിക്കുന്നത് ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ നാളുകളിൽ 1000ാമത്തെ എപ്പിസോഡിൽ അല്ലേ വട്ടാരച്ചൻ്റെ നേതൃത്വം എല്ലാവരും വന്നത്. എല്ലാവർക്കും വലിയ സന്തോഷമായി. അവിടെ വലിയൊരു കൃപയാണ്. ഇനി അതെല്ലാം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വലിയൊരു സന്തോഷമുണ്ട്. അഭിഷേകാന്തി ശുശ്രൂഷയിൽ ഒരുപാട് തവണ എണ്ണമറ്റ തവണ ഗാന ശുശ്രൂഷ ചെയ്ത നമ്മുടെ അജയ് സഹോദരന് വേണ്ടി നിങ്ങൾ ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ വലിയ അനുഗ്രഹത്തെ വീണ്ടും ശക്തി പ്രാപിച്ച് വീണ്ടും അഭിഷേകാന്തി ശുശ്രൂഷയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളിങ്ങനെ ശുശ്രൂഷകൾ സംബന്ധിക്കുന്നതും ആശീർവാദം സ്വീകരിക്കുന്നതും പ്രാർത്ഥന സ്വീകരിക്കുന്നതും നിസാരമാണ് കരുതരുത്. അതിനകത്തൊക്കെ ഒരുപാട് അനുഗ്രഹമുണ്ട്. എനിക്ക് ഓരോ നാളുകൾ കഴിയുന്തോറും ഓരോ ശുശ്രൂഷകൾ കഴിയുന്തോറും വിശ്വാസം വർദ്ധിച്ച് വരികയാണ്. ഞാൻ ഓർക്കണേ, കഴിഞ്ഞ നാളുകളിൽ ഞാൻ കണ്ട ഒരു വചനം അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിലും മനസ്സിൽ കയറിയിട്ടില്ലായിരുന്നു. ദൈവം അതങ്ങോട്ട് തുറന്നു തരുന്ന സമയത്താണ് ഒരു വചനം നമ്മുടെ ഉള്ളിൽ കയറുള്ളൂ. ദിനവൃത്താന്തത്തിൻ്റെ 2ാമത്തെ പുസ്തകം 2 ദിനവൃത്താന്തം 30ാമത്തെ അധ്യായത്തിൻ്റെ 27ാമത്തെ തിരുവചനമാണ്. പുരോഹിതന്മാരും ലേവ്യരും ജനത്തെ ആശീർവദിച്ചു. അവരുടെ പ്രാർത്ഥനയുടെ സ്വരം സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ എത്തി. ഹല്ലേലൂയാ. ആ ഒരു കാലഘട്ടത്തിൽ പുരോഹിതര്, ലേവ്യര് ജനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ഒരു കൃപ പറഞ്ഞു കൊടുക്കുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവര് ജനത്തെ ഇങ്ങനെ ആശീർവദിച്ചു, അനുഗ്രഹം കൊടുത്തു. ഇല്ല, നല്ലത് വരട്ടെ എന്ന് പറഞ്ഞു, തടസ്സം മാറട്ടെ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വെഞ്ചിരിപ്പ് നടത്തി, ഒരു ഡെലിവറൻസ് നടത്തി, അങ്ങനെ പ്രാർത്ഥിച്ചു. അടുത്ത വചനം പഠിപ്പിക്കുകയാണ്, ആ പുരോഹിതരുടെ ആശീർവാദത്തിൻ്റെ ആ പ്രാർത്ഥനയുണ്ടല്ലോ, നന്നാവട്ടെ എന്ന് പറഞ്ഞ പ്രാർത്ഥന, ആ സ്വരം സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ എത്തി. ഹല്ലേലൂയാ. അങ്ങനെ ദൈവസന്നിധിയിൽ എത്തി എന്നതിൻ്റെ തെളിവാണ്, ദൈവം ആ പ്രാർത്ഥന കേട്ടു, ആ ആശീർവാദം സ്വീകരിച്ചെന്ന തെളിവാണ് മനുഷ്യരുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഇടപെടലുകൾ സംഭവിക്കുന്നത്. എൻ്റെ തന്നെ വിശ്വാസം വർദ്ധിക്കുകയാണ്. ഹല്ലേലൂയാ. നമുക്കറിയാം, കുറവലങ്ങാട് 2ാം വെള്ളിയാഴ്ചയുള്ള സായാഹ്ന കൺവെൻഷൻ, ആ കൺവെൻഷനിൽ ഒരു ചേട്ടൻ വന്നിട്ട് സാക്ഷ്യം പറഞ്ഞ് ഞാൻ ഓർക്കാം. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ഈഡൻ. ഞാൻ ആലപ്പുഴ ജില്ലയിലെ അരൂരിൽ നിന്ന് വരുന്നു. ഓക്കെ, ആലപ്പുഴയിൽ നിന്ന് കൺവെൻഷൻ കൂടി ഇവിടെ സംബന്ധിക്കാൻ കുറവലങ്ങാട് എത്തിച്ചേർന്നിരിക്കുകയാണ്. എൻ്റെ മകൻ്റെ ഒരു വിദ്യാഭ്യാസ തടസ്സം മാറിക്കിട്ടിയതിന് ഒരു സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. UK പോകാൻ മാഞ്ചസ്റ്ററിലുള്ള ഒരു ഹഡേഴ്സ്ഫീൽഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവനെ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് VFS വിസക്ക് സബ്മിറ്റ് ചെയ്ത് ആദ്യത്തെ ഫസ്റ്റ് സെമസ്റ്റർ ഫീസും അടച്ചു കഴിഞ്ഞ് കാത്തിരുന്ന സമയത്ത് VFS നിന്ന് പാസ്പോർട്ട് വന്നത് റിജക്ഷൻ ആയിട്ടാണ്. അതിൻ്റെ കാരണം ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ബാങ്കിൻ്റെ ഇമെയിലിൽ അവർ റിപ്ലൈ ചെയ്യാതിരുന്നത് മൂലമാണ്, അവരുടെ അശ്രദ്ധ കൊണ്ട്. അപ്പോൾ അത് അടിച്ച് കിട്ടാത്തതുകൊണ്ട് വീണ്ടും ഒരു ക്യാസിന് ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ശ്രമിച്ചിട്ടും തിരിച്ച് അങ്ങനെ രണ്ടാമതൊരു ക്യാസിന് തരൂരിൽ നിന്നാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ മറുപടി. സംഗതി ശരിയാണ്, ഒരിക്കൽ റിജക്റ്റ് ചെയ്താൽ പിന്നെ തരികയില്ല. അതായത് യൂണിവേഴ്സിറ്റിയുടെ അങ്ങനത്തെ ഒരു പോളിസിയുടെ ഭാഗമാണെന്നാണ് പറയുന്നത്. രണ്ടാമത് അപ്പീൽ ചെയ്തിരുന്നു. ബാങ്കിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് വന്നതെന്ന് വെച്ച് അപ്പീലിന് കൊടുത്തിട്ടും അത് യൂണിവേഴ്സിറ്റി വീണ്ടും ക്യാഷ് തന്നിരുന്നില്ല. വീണ്ടും ഫീസ് റിട്ടേൺ റീഫണ്ട് ചെയ്യാനുള്ള മെയിൽ ചെയ്യുകയും നല്ല ഏജൻസിനെ ഞങ്ങൾ സമീപിച്ചത് നല്ലൊരു ഏജൻസി തന്നെയായിരുന്നു.
ഏജൻസിക്കും ഇങ്ങനെ ഒരു ക്യാഷ് വീണ്ടും കിട്ടുന്നതായിട്ടുള്ള ഒരു ധാരണയോ അവർക്കും ഇല്ലായിരുന്നു. കാരണം ഏജൻസിക്കാർക്ക് പല ആൾക്കാരെയും പോയും വിട്ടൊക്കെ പരിചയം ഉള്ളത് കൊണ്ട് സംഗതി അവർക്കറിയാം, അത് സാധ്യതയില്ല എന്നുള്ളത് ഓൾറെഡി ഇവരെ അറിയിച്ചു. ഓഗസ്റ്റിലെ സായാഹ്ന കൺവെൻഷന് പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ്റെ പ്രാർത്ഥനയിൽ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടി, ഉപരിപഠനത്തിനുള്ള വിദ്യാഭ്യാസ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടിയതായിട്ട് അച്ഛൻ പ്രാർത്ഥനയിൽ പറയുകയും ബ്ലെസ്സിങ് സമയത്ത് അവൻ്റെ കയ്യിൽ, എൻ്റെ മോൻ്റെ തലയിൽ കൈവച്ച് പറയും, 10 ദിവസത്തിനുള്ളിൽ നിൻ്റെ തടസ്സങ്ങളെല്ലാം മാറി ഈ ഇൻടേക്കിൽ തന്നെ നിനക്ക് പോകാൻ സാധിക്കുമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ റീഫണ്ടിനുള്ള മെയിൽ കൊടുത്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പോർട്ടലിൽ വന്ന് ഒരു ക്യാഷ് വന്ന് കിടക്കുന്നതായിട്ട് ഏജൻസിയിൽ നിന്ന് അറിയിക്കുകയും രണ്ടാമത്തെ ക്യാഷ് പോർട്ടലിൽ കാണുകയും ഞങ്ങൾ പ്രയോറിറ്റി വിസക്ക് കൊടുത്ത് ഒരാഴ്ചക്കുള്ളിൽ പോയി ക്ലാസ് സെപ്റ്റംബർ ഇൻടേക്കിൽ 2 ദിവസം മുന്നേ അവന് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനും എത്തിയവിടെ നോക്ക് സഹോദരങ്ങളെ, ആ ഇൻടേക്കിൽ തന്നെ അവന് ജോയിൻ ചെയ്യാൻ സാധിച്ചു. നോക്കിയേ, അപ്പോൾ സാധാരണ ഒരിക്കലും യൂണിവേഴ്സിറ്റി എടുക്കുകയല്ലാത്തതാണ്, അത് ഏജൻസികൾ തന്നെ പറഞ്ഞു. അപ്പോൾ ഇവരിവിടെ വന്നു, കുറവലങ്ങാട് ഈ സായാഹ്ന കൺവെൻഷൻ ഇവിടെ എത്തി. അങ്ങനെ ഇവിടെ എത്തി പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഓളുടെ അടുത്താരിൽ നിന്നൊരു സന്ദേശം പറഞ്ഞു, ഇതാ വിദ്യാഭ്യാസ തടസ്സമുള്ള ചെറുപ്പക്കാരൻ്റെ തടസ്സം കർത്താവ് മാറും. അപ്പോൾ കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നപ്പോൾ തലേക്ക് വെച്ചു, ആ ഒരു അരമിനിറ്റിലേ ഉള്ളൂ, ഇങ്ങനെ പെട്ടെന്ന് ഇത് മാറിയിരിക്കുന്ന ഇതിൽ തന്നെ പോകുന്ന കർത്താവ് ഒരു മെസ്സേജ് കൊടുത്തു. നമുക്ക് അത്ഭുതകരമായി അവിടെ എത്തി പ്രത്യേകം ബ്ലെസ് ചെയ്തിരിക്കുന്നു. ഉറക്കെ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 2 ദിനവൃത്താന്തം 30:27 നിറവേറി. പുരോഹിതർ ദേവിയർ ജനത്തെ ആശീർവദിച്ചു, പ്രാർത്ഥിച്ചു. ആ സ്വരം ദൈവത്തിൽ എത്തി. അതിന് തെളിവാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അത് ഒരച്ഛൻ്റെ പ്രത്യേകമായ സിദ്ധിയോ കഴിവോ അല്ല. പിന്നെയോ ആ എളിയ പ്രാർത്ഥനകൾ ദൈവം കേട്ടു എന്നൊരു അടയാളം കർത്താവ് ഭൂമിയിൽ കൊടുക്കുകയാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അഭിഷേകാന്ത ശുശ്രൂഷയെ നമ്മൾ സംബന്ധിക്കുമ്പോൾ, ആശീർവാദം സ്വീകരിക്കുമ്പോൾ, പ്രൈസ് ആൻഡ് വർഷിപ്പ് ശുശ്രൂഷകളെല്ലാം സംബന്ധിക്കുമ്പോൾ വൈദികരോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ സ്വരം ദൈവത്തിനെത്തും. നമുക്കൊരു അനുഗ്രഹം കർത്താവ് തരും. ഹല്ലേലൂയ, നിങ്ങൾ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ചാടി എഴുന്നേക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവരും എഴുന്നേക്കാണ്, നന്നായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന് അനുഗ്രഹം അത് ഒരുക്കി വെച്ചിരിക്കുന്നതാണ്. സമയങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരും. കരങ്ങൾ ഉയർത്തി, സ്വരം ഉയർത്തി, മനസ്സ് തുറന്ന് കർത്താവിനെ ആരാധിക്കുന്ന സമൂഹത്തിന്റെ മേൽ കർത്താവിനെ കരം ഉയരുന്നത് ഞങ്ങൾ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. ഓ കർത്താവേ, തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്ന പോലെ ഞങ്ങൾ തുള്ളിച്ചാടും, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. കൈയടിച്ച് നീതി സൂര്യനുദിക്കും, അതിൻ ചിറകുകളിൽ സൗഖ്യമുണ്ട്. കൈയടിച്ച് നീതി സൂര്യനുദിക്കും, അതിൻ ചിറകുകളിൽ സൗഖ്യമുണ്ട്. തുള്ളിച്ചാടിടുവിൻ, തുള്ളിച്ചാടിടുവിൻ, പൈക്കിടാവെ പോൽ തുള്ളിച്ചാടിടുവിൻ, 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 പൈക്കിടാവെ പോൽ തുള്ളിച്ചാടി. ആരാധിക്കാം, ആരാധിക്കാം യേശുവിനെ, ആരാധിക്കാം, ആരാധിക്കാം, ആരാധിക്കാം യേശുവിനെ, ആരാധിക്കാം, ആരാധിക്കാം, ആരാധിക്കാം യേശുവിനെ, ആരാധിക്കാം. ഓ കർത്താവേ, ഫിലിപ്പി ലേഖനത്തിലെ വചനം ഞങ്ങൾ ഓർക്കുകയാണ്. യേശു എന്ന നാമത്തിന് മുൻപിൽ എല്ലാ മുട്ടുകളും മടങ്ങും. യേശു എന്ന നാമത്തിന് മുൻപിൽ സാത്താൻ ഇടിമനെ പോലെ നിബന്ധിക്കും. തടസ്സങ്ങൾ മാറും, രോഗങ്ങൾ മാറും, ക്ഷീണങ്ങൾ മാറും, ഭാരങ്ങൾ മാറും, വലിയ വിടുതൽ വ്യാപരിക്കും. വിശ്വസിച്ച് ആരാധിക്കുന്ന സ്വർഗത്തിലും ഈ ഭൂമിയിലും സർവ ആദ്യമത്യവും യേശുവിന്. സ്വർഗത്തിലും ഈ ഭൂമിയിലും സർവ ആദ്യമത്യവും യേശുവിന്. സകല മുട്ടുകളും മടങ്ങിടുമേ യേശുവിൻ നാമത്തിൻ മുന്നിൽ. സകല മുട്ടുകളും മടങ്ങിടുമേ യേശുവിൻ നാമത്തിൻ മുന്നിൽ. കൈകൾ ഉയർത്തി ആരാധിക്കാം, ആരാധിക്കാം യേശുവിനെ, ആരാധിക്കാം, ആരാധിക്കുന്ന ആരാധിക്കാം, ആരാധിക്കാം യേശുവിനെ, വലിയ ഉണർവോടെ ആരാധിക്കാം, ആരാധിക്കാം യേശുവിനെ. ഹല 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 ഹല
ഹല ഹല ഹല ഹല ഹല. ഓ കർത്താവേ, ദൈവജനത്തെ ആശീർവദിക്കാനും അനുഗ്രഹിക്കാനുമായി ഓ കർത്താവേ, സഭയിൽ പൗരോഹിത്യം സ്ഥാപിച്ച കർത്താവേ, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഓ കർത്താവേ, സേവർക്ക മട്ടാലച്ചന്റെ ആത്മീയ കൂട്ടായ്മയിൽ ഓ കർത്താവേ, സഹിയോൻ വൈദികരുടെ കൂട്ടായ്മയിൽ ഓ ദൈവമേ, പീഡിയം വൈദികരുടെ കൂട്ടായ്മയിൽ ഓ കർത്താവേ, ഇപ്പോൾ ദൈവജനത്തെ ഇപ്പോൾ ആശീർവദിക്കുകയാണ്. ഓ ദൈവമേ, രോഗികളുടെ മേൽ അവിടുന്ന് ഇപ്പോൾ കരം നീട്ടണമേ. രോഗപീഠകൾ ഉള്ളവരുടെ മേൽ യേശുവിന്റെ നാമത്തിൽ ശക്തിയാൽ രോഗത്തിന്റെ കെട്ടഴിഞ്ഞ് മുട്ടുകൾ ഭാവിക്കട്ടെ. ഹല 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 ഹല. ഓ കർത്താവേ, ഇന്ന് സാക്ഷ്യത്തിൽ കേട്ടതുപോലെ നാളുകളായി കർത്താവ് വാതിലുകൾ അടയുന്നു. കർത്താവേ, ഒരു കാര്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം ഇനി ഒരിക്കലും തുറക്കാൻ സാധിക്കുകയില്ല എന്ന് വിചാരിച്ച് അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. ഇപ്പോൾ തുറക്കപ്പെടട്ടെന്ന് കൽപ്പിക്കുന്നു. ഹല 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 ഹല. ഓ കർത്താവായ ദൈവമേ, പ്രത്യേകിച്ച് ഓ കർത്താവേ, ഓരോ ജീവിതങ്ങളെ ഇപ്പോൾ ആശീർവദിക്കുമ്പോൾ നിരാശ, കുറ്റബോധം, ഭയം ഇങ്ങനെയുള്ള കെട്ടുകൾ യേശു നാമത്തിൽ ആശീർവദിക്കുന്നു. കെട്ടഴിഞ്ഞ് മുട്ടുകൾ ഭാവിക്കട്ടെ. ഹല 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 ഹല. ഓ കർത്താവേ, നാളുകളെ തടസ്സപ്പെട്ട് കിടക്കുന്ന ഓരോ മേഖലകളും ഇപ്പോൾ ഈശോയുടെ നാമശക്തിയാൽ മുട്ടുകൾ ഭാവിക്കട്ടെ. ആരാധന 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 ആരാധന. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. ഹല 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 ഹല. യേശുവിന് ആരാധന ആരാധന. സ്വയ ആരാധന ആരാധന. സ്വയ ആരാധന സ്വയ ആരാധന സ്വയ ആരാധന സ്വയ ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ഉയർന്നു വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 2 കാര്യങ്ങൾ ചെയ്യുക. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹ ജീവിതത്തിൽ, ജോലിയിൽ, ബിസിനസ്സിൽ, ആത്മീയ ജീവിതത്തിൽ, എന്തിലാണെങ്കിലും ഒരു ദൈവ പൈതൽ ഉയർന്നു വരണമെന്നുണ്ടെങ്കിൽ ബൈബിൾ വചനപ്രകാരം 1-2 കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ബൈബിളിൽ വളരെ ശക്തമായിട്ട് പഴയ നിയമത്തിൽ ഉയർന്നു വന്നൊരു വ്യക്തിയാണ് ജോഷുവ. മോശയുടെ പിൻഗാമിയായിട്ട് വന്ന ജോഷുവ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഒരുപക്ഷെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മോശയ്ക്ക് ശേഷം വന്ന ജോഷുവ, മോശ ഒട്ടും മോശമായെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം, പക്ഷേ വളരെ പവർഫുള്ളായിട്ട് ജോഷുവ ആ ജനത്തെ മുന്നോട്ട് നയിക്കുന്നത് കാണുകയാണ്. ജോഷുവയുടെ കാലത്ത് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ജോഷുവയാണ് ഈ കാനാൻദേശം മുഴുവൻ കീഴടക്കുന്നത്, അനേക യുദ്ധങ്ങൾ വിജയിക്കുന്നത്, അതേപോലെ രാജ്യങ്ങളെല്ലാം വിഭജിച്ച് കൊടുക്കുന്നത്, കാനാൻദേശത്ത് പ്രവേശിക്കുന്നത് ഒക്കെ ജോഷുവയാണ്. എന്തുകൊണ്ടാണ് ജോഷുവ ആ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഇതുപോലെ ഉയർന്നു വന്ന് അനുഗ്രഹം പ്രാപിച്ച് കയറി വരാനുള്ള കാരണം? അതിനൊരു കാരണമുണ്ട്. അതിനൊന്നാമത്തെ കാരണം ഇതാണ്, ദൈവത്തോട് അതുപോലത്തെ ഒരു വിശ്വസ്തത, അതുപോലത്തെ ഒരു അടുപ്പം, അതുപോലത്തെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഈ ജോഷയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 33-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 11-ാം തിരുവചനം, ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 33 വേഴ്സ് 11. സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. അതിനുശേഷം മോശ പാളിയത്തിലേക്ക് മടങ്ങിപ്പോകും. എന്നാൽ അവൻ്റെ സേവകനും നൂനിൻ്റെ പുത്രനുമായ ജോഷുവ എന്ന യുവാവ് കൂടാരത്തെ വിട്ടുപോയിരുന്നില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ മോശ ദൈവവുമായി സംസാരിക്കുന്നതിന് കൂടാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവജനം മുഴുവൻ ഓരോരോ അവരുടെ കൂടാരങ്ങളിലെ വാതിൽക്കൽ ഇങ്ങനെ കമിഴ്ന്ന് വീണ് പ്രാർത്ഥിക്കുന്നു. ആ സമയത്ത് മേഘസ്തംഭത്തിൽ ദൈവം ഇറങ്ങി വന്ന് ഈ കൂടാര വാതിൽക്കൽ നിൽക്കുകയാണ്. എന്നിട്ട് മോശയുടെ മുഖാമുഖം ദൈവം സംസാരിക്കുകയാണ്. അതിനെല്ലാം ഒരു സാക്ഷിയായി തോളോട് തോള് ചേർന്നതുപോലെ നിഴൽ പോലെ ഒരു ജോഷുവ എന്ന് പറയുന്ന ഒരു യുവാവുണ്ട്. എന്നിട്ട് മോശ ദൈവത്തോട് സംസാരിച്ചതിന് ശേഷം മോശ തിരിച്ചു പോയാലും ഈ ദൈവ സാന്നിധ്യമുള്ള കൂടാരത്തെ വിട്ടുപോകാതെ
അവിടെ തന്നെ നിന്നിരുന്ന യുവാവുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ജോഷുവ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദൈവത്തോട് അതുപോലെ സ്നേഹം, ദൈവത്തെ അതുപോലെ വിശ്വസ്തത, ദൈവിക കാര്യങ്ങളോടുള്ള ഒരു മുൻഗണന. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏതൊരു ദൈവമതിൽ ഉയർന്നു വരണമെങ്കിൽ ഒന്നാമത്തെ ഈ ഒരു നിബന്ധന വളരെ പ്രധാനപ്പെട്ടതാണ്. പൊതുനിയമത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്ന അതേ കാര്യം തന്നെ. എന്ന് പറഞ്ഞാൽ ബാക്കി ഒരുപാട് തിരക്കുകളുണ്ട്, ബാക്കി പല വിഷയങ്ങളുണ്ട്. അതിൻ്റെ ഇടയിലൂടെ ഒരു കുറച്ച് ദൈവിക കാര്യങ്ങളും ഒരു കണ്ണിപ്പൊടിയിടുന്ന രീതിയിൽ അതല്ല ദ ഫസ്റ്റ് പ്രയോറിറ്റി, ഏറ്റവും പ്രാധാന്യം അതിന്. മാക്സിമം സമയം അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവത്തിനാണ് എല്ലാത്തിനും മുൻഗണന. അങ്ങനെ ജോഷുവ കയറി വന്നു. അതുകൊണ്ട് ജോഷുവ അതുപോലെ ഒരുപക്ഷെ മോശയേക്കാൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ, ദൈവജനത്തെ നയിക്കാൻ ജോഷുവ ഉയർന്നു വന്നു. ഈ ജോഷുവ പ്രവാചകൻ ഉയർന്നു വരാൻ രണ്ടാമതൊരു കാരണമുണ്ട്. രണ്ടാമത്തെ കാരണം എന്താണെന്നറിയാമോ? അത് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ്. അതിതാണ് നേതൃത്വത്തോട് അതുപോലത്തെ ഒരു വിശ്വസ്തതയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോഴത്തെ നേതൃത്വം ആരാ? അപ്പോഴത്തെ നേതൃത്വം എന്ന് പറഞ്ഞാൽ മോശയാണ്. മോശയോട് അതുപോലെ വിധേയത്വം, അതുപോലെ അനുസരണം, അതുപോലെ കൂട്ടായ്മ, വിഭാഗീയതയില്ല. ദൈവത്തെ വിട്ടുപിരിയാതെ നിഴൽ പോലെ നിൽക്കുന്ന പോലെ തന്നെയാണ് ജോഷുവ മോശയെയും വിട്ടുപിരിയാതെ ഒരു നിഴൽ പോലെ നിൽക്കുന്നത്. പുറപ്പാടിന്റെ പുസ്തകത്തിൽ 32-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 15 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ, മോശ കൈകളിൽ 2 ഉടമ്പടി പത്രികകളുമായി താഴേക്ക് ഇറങ്ങി. പലകകളുടെ ഇരുവശങ്ങളിലും എഴുത്തുണ്ടായിരുന്നു. പലകകൾ ദൈവത്തിൻ്റെ കൈവേലയും അവയിൽ കൊത്തിയിരുന്നത് അവിടുത്തെ കൈയെഴുത്തുമായിരുന്നു. ജനങ്ങൾ അട്ടഹസിക്കുന്ന സ്വരം കേട്ടപ്പോൾ ജോഷുവ മോശയോട് പറഞ്ഞു, പാളയത്തിൽ യുദ്ധത്തിന്റെ ശബ്ദം മുഴങ്ങുന്നു. പറയാ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ വചനഭാഗം ഒറ്റ വായന ഞങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ എന്താണ് നേതൃത്വത്തോട് വിശ്വസ്തത എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുകയില്ല. അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു സംഗതിയുണ്ട്. മോശ സീനായ മകലിന് മുകളിലേക്ക് ദൈവത്തോട് സംസാരിക്കാൻ, ദൈവത്തിൻ്റെ കൽപ്പന സ്വീകരിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ അഹറോനും ദൈവജനവും ജോഷുവയും മുഴുവൻ മോശ മുകളിലോട്ട് കയറി പോയി കഴിഞ്ഞപ്പോൾ മലയുടെ താഴ്വാരത്തിൽ കാത്തു നിൽക്കുകയാണ്. ദിവസങ്ങൾ 12 കഴിഞ്ഞ് 10 കഴിഞ്ഞ് 20 കഴിഞ്ഞ് 30 കഴിഞ്ഞ് 40 അതുപോലെ മോശ മുകളിലോട്ട് കയറിയപ്പോൾ യാതൊരു അഡ്രസ്സും ഇല്ല, യാതൊരു വിവരവും ഇല്ല. എന്താ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാത്തു നിൽക്കുന്നവരെ ക്ഷമ നശിക്കാൻ വേണ്ടി തുടങ്ങി, ദൈവജനം പിരിയാൻ വേണ്ടി തുടങ്ങി. ആ മോശയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് അറിഞ്ഞുകൂടാ, ഇനി ഇറങ്ങി വരുമോ എന്ന് പോലും അറിയത്തില്ല. നമ്മളിവിടെ കാത്തുന്ന സമയം പാഴാക്കിയിട്ട് എന്ത് കാര്യം, നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് വ്യാപരിക്കാം എന്ന് പറഞ്ഞ് ആ ജനം കൂട്ടമായി മലയുടെ അടിവാരത്ത് നിന്ന് സ്വന്തം താവളങ്ങളിലേക്ക് നീങ്ങി. അവസാനം അഹറോനും നീങ്ങി. അങ്ങനെ എല്ലാവരും പോയപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മോശ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ, മോശയോടുള്ള സ്നേഹം, നേതൃത്വമുള്ള കമ്മിറ്റ്മെന്റുമായിട്ട് ആ മലയുടെ അടിവാരത്തെ കാത്തു നിന്ന ജോഷുവ. അതുകൊണ്ടാണ് ജോഷുവ മോശ ഇറങ്ങി വന്നപ്പോൾ മോശ സംസാരിക്കാൻ ജോഷുവ എവിടെയുള്ളൂ, ബാക്കി ആരുമില്ല. അപ്പോൾ വലിയ അട്ടഹാസം മുഴങ്ങുന്ന ജോഷുവയാണ് പറയുന്നത്. അത് കാളക്കുട്ടിയെ ഉണ്ടാക്കിയതിൻ്റെ ആണെന്നുള്ളത് മോശയ്ക്ക് മനസ്സിലായി. നേതൃത്വത്തോട് അതുപോലത്തെ വിശ്വസ്തത. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ജോഷുവയുടെ പുസ്തകത്തിൽ തന്നെ 8-ാമത്തെ അധ്യായത്തിന്റെ 35-ാം തിരുവചനം, മോശ കൽപ്പിച്ച ഒരു വാക്ക് പോലും സ്ത്രീകളും കുട്ടികളും തങ്ങളുടെ ഇടയിൽ പാർത്തിരുന്ന പരദേശികളും അടങ്ങിയ ഇസ്രായേൽ സമൂഹത്തിൽ ജോഷുവ വായിക്കാതിരുന്നില്ല. എന്ന് പറഞ്ഞാൽ മോശ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്, അക്കാര്യത്തിൽ ഒരു വ്യത്യാസമില്ല, നമ്മുടേതായി വെള്ളം ചേർക്കലില്ല. എന്താണ് നേതൃത്വം പറഞ്ഞിരിക്കുന്നത് അത് അച്ചടക്കം, അതേപോലെ ഒരു വ്യത്യാസമില്ല. ജോഷുവയുടെ പുസ്തകം 11:15, കർത്താവ് തൻ്റെ ദാസനായ മോശയോട് കൽപ്പിച്ചതുപോലെ മോശയും ജോഷുവയോട് കൽപ്പിച്ചു. ജോഷുവ അപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്തു. കർത്താവ് മോശയോട് കൽപ്പിച്ചതൊന്നും ജോഷുവ ചെയ്യാതിരുന്നില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ദൈവം മോശയോട് കൽപ്പിക്കുകയാണ്. എന്നിട്ട് മോശ എന്താ ചെയ്യുന്നത്? മോശ അതേപോലെ തന്നെ വന്നിട്ട് ദൈവം എങ്ങനെയാണ് മോശയോട് കൽപ്പിച്ചത് അതുപോലെ ജോഷുവയോടും കൽപ്പിക്കുന്നു. ദൈവം കൽപ്പിക്കാണ്ട് ചെയ്യാൻ എളുപ്പമുണ്ട്, പക്ഷേ ഒരു നേതൃത്വം കൽപ്പിക്കുമ്പോഴോ
വീട്ടിൽ അപ്പനൊരു കാര്യം കൽപ്പിക്കുമ്പോഴോ, പള്ളിയിൽ വികാരിച്ചൊരു കാര്യം പറയുമ്പോഴോ, നമ്മുടെ നേതൃത്വം ഒരു കാര്യം പറയുമ്പോഴോ ദൈവം നേരിട്ട് പറയുകയാണെങ്കിൽ ഓക്കെ. പക്ഷേ നിങ്ങൾ നോക്കാ വചനം, ഒരു വാക്ക് പോലും എതിർപ്പില്ല, വെള്ളം ചേർക്കലില്ല, മറുപടിയില്ല. എന്താണ് പറഞ്ഞത് അതുപോലെ. നിയമാവർത്തന പുസ്തകത്തിൽ 34 അധ്യായത്തിന് 9 തിരുവചനം, ബുക്ക് ഓഫ് ഡ്യൂട്ടറോണമി ചാപ്റ്റർ 34 വേഴ്സ് 9. നൂനിന്റെ പുത്രനായ ജോഷുവ ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ പൂരിതനായിരുന്നു. എന്തെന്നാൽ മോശ അവന്റെ മേൽ കൈകൾ വെച്ചിരുന്നു. ഇസ്രായേൽ ജനം അവന്റെ വാക്ക് കേൾക്കുകയും കർത്താവ് മോശയോട് കൽപ്പിച്ചിരുന്നത് പോലെ പ്രവർത്തിക്കുകയും ചെയ്തു. ഹല്ലേലൂയാ, ഹല്ലേലൂയ. പറയാണ്, ജോഷുവയെ കുറിച്ച് പറയാണ്, നൂനിന്റെ പുത്രനായ ജോഷുവ കർത്താവിന്റെ ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ പൂരിതനായിരുന്നു. എന്താ കാരണം? മോശ ഇടയ്ക്കിടയ്ക്ക് അവന്റെ മേൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചിരുന്നു. എന്താ കാരണം? നേതൃത്വത്തിന്റെ മനസ്സിന് ഇണങ്ങിയ രീതിയിലാണ് ജോഷുവ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ദൈവത്തിന്റെ മനസ്സിന് ഇണങ്ങിയ രീതിയിലാണ് ജോഷുവ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, നിങ്ങളൊരു കാര്യം പറയട്ടെ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ കുടുംബം, നമ്മുടെ ജീവിതം, നമ്മുടെ വ്യക്തിഗത അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ദൈവത്തോട് നമുക്ക് ബന്ധമുണ്ടെന്നുള്ളത് ശരി തന്നെ. അത് മാത്രം പോരാ, നമ്മൾക്ക് നേതൃത്വം നൽകാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കുടുംബത്തിൽ കുടുംബനാഥനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബിഷപ്പായിരിക്കാം. എവിടെയാണ് നമുക്കുമുള്ള നേതൃത്വം ഉള്ളത്? ഒരു സന്യാസ സമൂഹം അതിന് സുപ്പീരിയർ ആയിരിക്കാം. അതിനോട് വിധേയപ്പെടാതെ നീ എത്ര പ്രാർത്ഥിച്ചാലും അനുഗ്രഹം പ്രാപിക്കുമെന്ന് വിചാരിക്കേണ്ട. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 23 അധ്യായത്തിൽ 25 തിരുവചനം, നിന്റെ മാതാപിതാക്കൾ സന്തുഷ്ടരാകട്ടെ, നിന്റെ പെറ്റമ്മ ആഹ്ലാദിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, യുവജനങ്ങളെ, നിങ്ങളിത് കേൾക്കണം. നമ്മുടെ മാതാപിതാക്കന്മാര് നമ്മളെ പ്രതി നമ്മുടെ ജീവിതം കണ്ട് സന്തുഷ്ടി തോന്നിയിട്ട് കൈകൾ വെച്ച് അനുഗ്രഹം മേടിക്കണം, അനുഗ്രഹം തരുന്ന അവസ്ഥയിലേക്ക് വരണം. മോശയ്ക്ക് ജോഷുവയുടെ രീതികൾ കാണുമ്പോൾ, അവന് ദൈവത്തോടുള്ള ബന്ധവും തന്നോടുള്ള ബന്ധം കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് അനുഗ്രഹം കൊടുക്കാൻ തോന്നുകയാണ്. എന്ന് പറഞ്ഞ വചനം വെളിപ്പെടും, നിന്റെ പെറ്റമ്മ ആഹ്ലാദിക്കണം. നിന്റെ വായിലെ കുത്തുവാക്ക് കേട്ടിട്ട് പെറ്റമ്മയുടെ കണ്ണുനീരല്ല വീഴേണ്ടത്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 7 അധ്യായത്തിൽ 27-28 തിരുവചനങ്ങൾ, പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക, നൊന്ത് പറ്റ അമ്മയെ മറക്കരുത്. മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകുന്ന ഓർക്കുക. നിനക്ക് അവരുടെ ദാനത്തിന് എന്ത് പ്രതിഫലം നൽകാൻ കഴിയും? പൂർണ്ണ ഹൃദയത്തോടെ അപ്പനെ ബഹുമാനിക്കണം, നൊന്ത് പറ്റ അമ്മയെ വേദനിപ്പിക്കരുത്. മാതാപിതാക്കന്മാർ ജന്മം നൽകിയത് അതിന് എന്തൊരു പ്രതിസന്ധിയാണ്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 3 അധ്യായം 8 തിരുവചനം, പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവന്റെ അനുഗ്രഹത്തിന് പാത്രമാകണം. പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ സഹോദരൻ, നമ്മുടെ ജീവിതം അനുഗ്രഹം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ മാതാപിതാക്കന്മാരെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. ഈ ഒരു പ്രിൻസിപ്പൽ എല്ലാ സ്ഥലത്തും അപ്ലിക്കബിൾ ആണ്. അത് വൈദിക ജീവിതത്തിലും സമർപ്പിത ജീവിതത്തിലും ശുശ്രൂഷ ജീവിതത്തിലും ധ്യാന കേന്ദ്രത്തിലും എല്ലാ സ്ഥലത്തും. പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ ഇതുപോലെ തന്നെ വളരെ ശക്തമായ അഭിഷേകം പ്രാപിച്ച ഒരാളാണ് നമുക്ക് നമ്മുടെ സ്ലീഹ യോഹന്നാൻ സ്ലീഹ. എന്താ യോഹന്നാൻ സ്ലീഹയുടെ പ്രത്യേകത? യോഹന്നാൻ സ്ലീഹയ്ക്ക് ഇതേ ജീവിത രീതിയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 13 അധ്യായത്തിന്റെ 21-24 തിരുവചനങ്ങൾ. ഇത് പറഞ്ഞപ്പോൾ യേശു ആത്മാവിൽ അസ്വസ്ഥനായി. അവൻ വ്യക്തമായി പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അവൻ ആരെപ്പറ്റി പറയുന്നെന്ന് അറിയാതെ ശിഷ്യന്മാർ ആകുലചിത്രരെ പരസ്പരം നോക്കി. ശിഷ്യന്മാരിൽ യേശു സ്നേഹിച്ചിരുന്നവൻ അവൻ്റെ വശത്തിലേക്ക് ചാരി കിടന്നിരുന്നു. ശിമയോൻ പത്രോസ് അവനോട് ആംഗ്യം കാണിച്ച് പറഞ്ഞു, അവൻ ആരെപ്പറ്റി പറയുന്നു എന്ന് ചോദിക്കുക. ഹല്ലേലൂയാ, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളെ, യൂദാസ് ഒറ്റിക്കൊടുക്കും എന്നുള്ള കാര്യം പേര് പറയാതെ കർത്താവ് ഒരു സൂചന കൊടുക്കുകയാണ്. അപ്പം എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ പത്രോസ് ശ്ലീഹ വേഗം ആംഗ്യം കാണിച്ച് യോഹന്നാൻ ശ്ലീഹയോട് ചോദിക്കുകയാണ് അതൊന്ന് ചോദിക്കാൻ. എന്താ കാരണം? യോഹന്നാൻ ശ്ലീഹായ്ക്ക് ഈശോയോട് അതുപോലെ ഒരു ബന്ധമുണ്ടെന്നുള്ളത് ആ ശിഷ്യന്മാർക്ക് വളരെ സുവ്യക്തമാണ്. ഈശോയോടുള്ള ബന്ധം ഒന്നാമത് അനുഗ്രഹം പ്രാപിക്കാനുള്ള മേഖല അതാണ്. രണ്ടാമത് യോഹന്നാൻ ശ്ലീഹയുടെ പ്രത്യേകത എന്താ? നേതൃത്വത്തോട് അതുപോലത്തെ ഒരു വിധേയത്വമാണ്. അത് ഇതിന് മുമ്പത്തെ ഏതൊരു ഈസ്റ്ററിനോട് അനുബന്ധിച്ചുള്ള ഒരു അഭിഷേകം എപ്പിസോഡ് ഞാൻ ഒരു കാര്യം പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. യോഹന്നാൻ ശേഷം 20 അധ്യായത്തിൽ 3 മുതൽ 8 വരെ തിരുവചനങ്ങൾ,
പത്രോസ് ശ്ലീഹായും യോഹന്നാൻ ശ്ലീഹായും കൂടെ ഈശോയുടെ കല്ലറങ്കിലേക്ക് ഓടുന്ന രംഗമുണ്ട്. പത്രോസ് ഉടനെ മറ്റേ ശിഷ്യനോട് കൂടെ കല്ലറിൻ്റെ അടുത്തേക്ക് പോയി. അവർ ഇരുവരും ഒരുമിച്ച് ഓടി. എന്നാൽ മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ കൂടുതൽ വേഗം ഓടി. ആദ്യം കല്ലറയുടെ അടുത്തെത്തി. കുനിഞ്ഞു നോക്കിയപ്പോൾ കച്ച കിടക്കുന്ന അവൻ കണ്ടു. എങ്കിലും അവൻ അകത്ത് പ്രവേശിച്ചില്ല. അവൻ്റെ പിന്നാലെ വന്ന് ശിമയോൻ പത്രോസ് കല്ലറയിൽ പ്രവേശിച്ചു. കച്ച അവിടെ കിടക്കുന്നത് തലയിൽ കെട്ടുന്ന തൂവാല കച്ചയോടുകൂടി അല്ലാതെ തനിച്ച് ഒരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നത് അവൻ കണ്ടു. അപ്പോൾ കല്ലറയുടെ സമീപത്ത് ആദ്യം എത്തിയ മറ്റേ ശിഷ്യനും അകത്ത് പ്രവേശിച്ച് കണ്ടു വിശ്വസിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് എൻ്റെ സഹോദരങ്ങളെ, പത്രോസ് ശ്ലീഹ സഭയുടെ നേതൃത്വം ആയതുകൊണ്ട് യോഹന്നാൻ ശ്ലീഹ ആദ്യം മുൻപേ എത്തിയെങ്കിലും പത്രോസ് ശ്ലീഹ വരാനും പത്രോസുകളുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ നടക്കാനും വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാണ്. ഒരു വിധേയത്വമുണ്ട്, ഒരു അനുസരണമുണ്ട്, ഒരു എളിമയുണ്ട്, ഒരു കൂട്ടായ്മയുണ്ട്, ഒരു ചേർന്ന് നിൽപ്പുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിലെ വെളിപ്പെടുത്തലുകൾ ആഴം മനസ്സിലാക്കണം. യോഹന്നാന് കിട്ടിയ വെളിപാടെന്ന് പറയുന്ന പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ആ വെളിപാടുകളുടെ ആ ഒരു ലെവല് നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിളിൽ ഇങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്, ഒരുപാട് കഥാപാത്രങ്ങൾ. അതുകൊണ്ട് ഇത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ബാധകമാണ്. നീ അനുഗ്രഹം പ്രാപിച്ച് ഉയർന്നു വന്ന് നല്ല ലെവലിൽ കയറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒന്ന് ദൈവത്തോട് അതുപോലത്തെ ഒരു ബന്ധം, രണ്ട് നേതൃത്വത്തോട് അതുപോലത്തെ ഒരു ബന്ധം. അങ്ങനെ വിശ്വസ്തരായിരുന്നാൽ ദൈവത്തോടുള്ള വിശ്വസ്തത, നേതൃത്വത്തോടുള്ള വിശ്വസ്തത, നീ ചിന്തിക്കാൻ സാധിക്കാത്ത വിധം കർത്താവ് നിന്നെ അനുഗ്രഹിച്ച് ഉയർത്തുന്നതിന് കാരണമായിട്ട് തീരും. ആമേൻ, ആമേൻ. കർത്താവിൻ്റെ സന്നിധിയിൽ ഓരോരുത്തരെ എളിമപ്പെട്ട് അനുതാപത്തോടെ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ വചനം വെച്ച് ജീവിതത്തെ പരിശോധിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് വചനങ്ങൾ തരുന്നത്. കർത്താവിൻ്റെ സന്നിധി എളിമപ്പെട്ട് ഓരോ വചനം കേൾക്കുമ്പോൾ, ആരൊക്കെ അനുതാപത്തോടെ വചനം കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നോ അവരെല്ലാം ദൈവം കൃപ ചൊരിയുമെന്നുള്ളത് വചനമാണ്. കർത്താവിന് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. ദൈവമേ, പലപ്പോഴും കർത്താവിൻ്റെ കാര്യങ്ങൾക്ക് ഒരൊന്നാം സ്ഥാനം കൊടുക്കാതെ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പിന്നെ കുറച്ച് സമയം കിട്ടുന്നതുകൊണ്ട് മാത്രം കർത്താവിൻ്റെ കാര്യങ്ങൾക്ക് ദൈവമേ അങ്ങനെ പോയി ജീവിച്ചു പോയ ഓരോ കാലഘട്ടം ഓർത്ത് അനുദപിക്കുകയാണ്. ദൈവമേ, അവിടെ നിന്നാണല്ലോ ഞങ്ങൾക്ക് മാതാപിതാക്കന്മാരെ തരുന്നത്, അവിടെ നിന്നാണല്ലോ ഞങ്ങൾക്ക് നേതൃത്വത്തെ തരുന്നത്. കർത്താവ് ഇതെല്ലാം അവിടുന്ന് തിരഞ്ഞെടുത്ത് തരുന്നതാണല്ലോ. കർത്താവ് പലപ്പോഴും നേതൃത്വത്തിന് ഞങ്ങൾ മല്ലടിച്ചിട്ടുണ്ട്, വിഭാഗിതയോട് ചിന്തിച്ചിട്ടുണ്ട്, മറുതലിച്ചിട്ടുണ്ട്, എതിർത്ത് പറഞ്ഞിട്ടുണ്ട്, പലരെയും കരയിപ്പിച്ചിട്ടുണ്ട്. ദൈവമേ, ഞങ്ങൾ അനുഗ്രഹം പ്രാപിക്കാതിരിക്കാൻ പിശാചുരയ്ക്ക് വഞ്ചനയായിരുന്നല്ലോ അത്. ദൈവം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വാസ്തവത്തിൽ കർത്താവ് ഇതൊക്കെ ഞങ്ങൾ ചെയ്തപ്പോൾ അങ്ങയെ തന്നെയാണല്ലോ വേദനിപ്പിച്ചത്, അങ്ങയെ തന്നെയാണല്ലോ ഞങ്ങൾ മുറിവേൽപ്പിച്ചത്. ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ കരുണ കാണിക്കണം, തിരുരക്തം കൊണ്ട് കഴുകണം, ഞങ്ങളോട് ക്ഷമിക്കണം. ഈശോയെ പ്രാർത്ഥിക്കുന്നു. കാരിരുമ്പിൻ ആണിയേക്കാൾ കഠോരവേദന അനുദപിക്കുന്നു. ഏറെ നാളായി പാപം ചെയ്ത് നിനക്കുമുൾമൊഴി മനഞ്ഞു. നമുക്ക് നൽകാൻ നേതൃത്വത്തെ തള്ളിക്കളഞ്ഞത് ഓർത്ത് കാരിരുമ്പിൻ ആണിയേക്കാൾ കഠോരവേദന മാതാപിതാക്കന്മാരെ വേദനിപ്പിച്ചത് ഓർത്ത് ഏറെ നാളായി പാപം ചെയ്ത് നിനക്കുമുൾമൊഴി മനഞ്ഞു ഞാൻ. കാര്യങ്ങൾ ഉയർത്തി വിളിക്കുന്നു. യേശുവേ, ദൈവത്തെ വിട്ടകന്നത് ഓർത്ത് പൊട്ടിക്കരഞ്ഞ് വിളിക്കുന്നു. അകന്നു പോകാ